ഇനി നമുക്ക് ഹിസ്റ്ററി ഓഫ് മ്യൂച്വൽ ഫണ്ട് നോക്കാം. അപ്പോൾ ഒരു 5 സ്റ്റേജസ് ആയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹിസ്റ്ററി ഉള്ളത്. അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻട്രി ഓഫ് പബ്ലിക് സെക്ടർ ഫണ്ട്സ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഫണ്ട്സ്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേഷൻ. ആൻഡ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് കൺസോളിഡേഷൻ ആണ്. അപ്പം ഇതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1964 തൊട്ടിട്ട് 87 വരെ വരുന്നൊരു കാലഘട്ടമാണ്. സോ ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം അന്ന് കാലത്ത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI അവരാണ് ഇത് തുടങ്ങിയത്. ഇൻ ദ ഇയർ 1963 അവർ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവർ 1963 പാർലമെന്റ് ആക്ട് പ്രകാരം ആദ്യം ഉണ്ടായി UTI. ആൻഡ് UTI വാസ് സെറ്റ് അപ്പ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ and it continued to operate under the regulatory control of RBI. അപ്പം RBIയുടെ അണ്ടറിൽ പ്രവർത്തിക്കാൻ എന്ന രീതിയിൽ 1963 ആദ്യം ആയിട്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ടായി. പിന്നെ until the two were delinked in 1978 and the entire control was transferred to the hands of ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ 63 തൊട്ടിട്ട് 78 വരെ RBIയുടെ അണ്ടറിൽ തന്നെ നിന്നു. പിന്നെ അതിനുശേഷം അത് RBIയിൽ നിന്ന് വിട്ട് IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലേക്ക് മാറുകയാണ് ചെയ്തത്. ഈ UTI ആദ്യം 1964 യൂണിറ്റ് സ്കീം US 64 എന്ന് പറയുന്ന പേരിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം തുടങ്ങുന്നതാണ് മ്യൂച്വൽ ഫണ്ട് ചരിത്രത്തിൻ്റെ തുടക്കം. അപ്പം ശേഷം 1970s 80s ഒക്കെ പലതരം ആൾക്കാർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒത്തിരി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ UTI പ്രസന്റ് ചെയ്തു. ULIP എന്ന് പറഞ്ഞിട്ട് 1971 ചിൽഡ്രൻസ് ഗിഫ്റ്റ് ഗ്രോത്ത് ഫണ്ട് ആൻഡ് ഇന്ത്യ ഫണ്ട് എന്ന് പറഞ്ഞ 1986 മാസ്റ്റർ ഷെയർ എന്ന് പറഞ്ഞ 1987 മന്ത്ലി ഇൻകം സ്കീം എന്ന് പറഞ്ഞ ഏതാണ്ട് 87 കാലഘട്ടത്തിലൊക്കെ അവര് ഒരുപാട് സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അതാണ് ആ 64 തൊട്ട് 87 വരെയുള്ള ആ പീരീഡാണ് സ്റ്റാർട്ടിങ് പീരീഡ് ഓഫ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻട്രി ഓഫ് പബ്ലിക് സെക്ടർ ഫണ്ട്സ് 1987 തൊട്ടിട്ട് 1993 വരെ. അതായത് അത്രയും 87 വരെയുള്ള കാലഘട്ടത്തിൽ UTI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 87 കഴിഞ്ഞപ്പോൾ മെല്ലെ ചില പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അല്ലെ ആ ഒരു ഫീൽഡിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നവംബർ 87 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഒരു UTI മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലാതെ കണ്ട് ആദ്യമായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഇറക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI മ്യൂച്വൽ ഫണ്ട് എന്ന പേരിൽ. അതിനുശേഷം കാൻബാഗ് മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട്, ഇന്ത്യൻ ബാങ്ക് മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, GIC മ്യൂച്വൽ ഫണ്ട്, PNB മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ പല നാഷണലൈസ്ഡ് ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളും പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമായിട്ട് ഒരു 87 തൊട്ട് 93 കാലഘട്ടം വരെ വന്നുകൊണ്ടേയിരുന്നു, ഈ മാർക്കറ്റിലേക്ക് എമർജ് ചെയ്തുകൊണ്ടേയിരുന്നു.
അപ്പം അങ്ങനെ ആയാൽ പോലും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് തന്നെ ആയിരുന്നു 80% ഓഫ് ദ മാർക്കറ്റ് ഷെയർ. മറ്റു പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ വന്നു ഈ ഫീൽഡിലേക്കെങ്കിലും സ്റ്റിൽ ദ ലീഡർ വാസ് UTI. അതാണ് സെക്കൻഡ് ഫേസ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഫണ്ട്സ് ആണ്. 93 തൊട്ടിട്ട് 96 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഏകദേശം 11ഓളം പ്രൈവറ്റ് സെക്ടർ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തു, സ്കീമുകൾ ലോഞ്ച് ചെയ്തു. ഈ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഫോറിൻ ഫണ്ട് മാനേജ്മെന്റ് കമ്പനീസിനും ഇത്തരം സ്കീമുകൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൊണ്ടുവരാൻ. അപ്പം നോർമലി അവർ ഇന്ത്യൻ കമ്പനീസ് ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടായിട്ട് അവരുമായിട്ട് ജോയിന്റ് വെഞ്ചേഴ്സിൽ ഇവിടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇറക്കുകയാണ് ചെയ്തത്. സോ അതൊരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി അങ്ങനെ നല്ലൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, ഹൈലി ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്സും സർവീസ് ടെക്നോളജി ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു. ഇൻവെസ്റ്റ്മെന്റ് ഫീൽഡിൽ ഭയങ്കര അധികം കോമ്പറ്റീഷനായി, ലൈക്ക് മ്യൂച്വൽ ഫണ്ട് ഏരിയയിൽ. പക്ഷെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയൊരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയി, അവർക്കൊരു വൈഡ് ഓപ്ഷൻ അവൈലബിൾ ആയി. ആ ഒരു കാലഘട്ടമാണ് 93 തൊട്ട് 96 വരെ ഉള്ള തേർഡ് ഫേസ്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് സെബി റെഗുലേഷൻ ആണ്. അതൊരു 96 തൊട്ടിട്ട് 2004 വരെയുള്ള ഒരു കാലഘട്ടമാണ്. സോ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ കമ്പനീസും UTIയും എല്ലാം കൂടി ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻസി ഫീൽഡിൽ വന്നപ്പോൾ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായി, ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായി, ഇൻവെസ്റ്റേഴ്സിന് ഒത്തിരി ചോയ്സസ് വന്നു. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചു തുടങ്ങി. സോ മച്ച് ഓഫ് ഫണ്ട്സ് അങ്ങനെ മൊബിലൈസ് ചെയ്തു തുടങ്ങി. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണമെന്നും ടാക്സ് ബെനിഫിറ്റ്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ചില സ്കീമിൽ ടാക്സ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളൊരു തോട്ടൊക്കെ സെബിക്കും ഗവൺമെന്റിനൊക്കെ വന്നു. 1999 യൂണിയൻ ബഡ്ജറ്റ് ആ ടാക്സ് പ്രൊവിഷൻ എക്സംപ്റ്റ് ചെയ്യാൻ, ചില മ്യൂച്വൽ ഫണ്ട് സ്കീം എടുത്താൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും, അങ്ങനെയുള്ളൊരു സൗകര്യം ബഡ്ജറ്റ് വഴി 1999 ബഡ്ജറ്റിൽ അവർ പാസ്സാക്കി. സെബി ഒരുപാട് ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു. ഇനി ഫെബ്രുവരി 2003 ആയപ്പോൾ ഒരു UTI ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ട് പ്രകാരമാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അത് തുടങ്ങിയത്. ആ ഒരു ആക്ട് കംപ്ലീറ്റ് ആയിട്ട് പാർലമെന്റ് സ്റ്റോപ്പാക്കി. എന്നിട്ട് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്ലെയേഴ്സിനെയും കൂടി മ്യൂച്വൽ ഫണ്ട് ഏരിയയിലേക്ക് കൊണ്ടുവരാൻ, സോ ദാറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് പ്രകാരം UTIനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് എന്നും UTI മ്യൂച്വൽ ഫണ്ട് എന്നും. ഇപ്പോഴും UTI മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. പ്രസന്റ്ലി അവർ ഒരുപാട് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പഴയ സ്കീമുകളൊക്കെ ഏകദേശം അവർ വൗണ്ടപ്പ് ചെയ്തു. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും UTI മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ലാർജസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു റെഗുലേഷനും UTI ആക്ട് അവസാനിക്കുകയോ ഒക്കെ ചെയ്തൊരു കാലഘട്ടം കൂടിയാണ് ഈ 2003 96 to 2004 വരെയുള്ള ഒരു പീരീഡ്. സോ അത് ഫോർത്ത് ഫേസ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് കൺസോൾട്ടേഷൻ ആണ്. 2004 ഓൺവേർഡ്സ് ഇങ്ങോട്ടൊക്കെ ഗ്രോത്ത് ആൻഡ് കൺസോൾട്ടേഷൻ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്ക് സംഭവിക്കുന്നത്. സോ ഈ ഒരു പീരീഡിൽ ഒരുപാട് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഒക്കെ ഉണ്ടായി. അലയൻസ് മ്യൂച്വൽ ഫണ്ടിനെ ബിർള സൺ ലൈഫ് ടേക്ക് ഓവർ ചെയ്തു. സൺ FNC മ്യൂച്വൽ ഫണ്ടും PNB മ്യൂച്വൽ ഫണ്ടിനെയും കൂടിയിട്ട് പ്രിൻസിപ്പൽ മ്യൂച്വൽ ഫണ്ട് ടേക്ക് ഓവർ ചെയ്തു. അതുപോലെ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് പ്ലെയേഴ്സ് ആയിട്ടുള്ള ഫിഡിലിറ്റി, ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും വന്നു തുടങ്ങി. അങ്ങനെ നല്ലൊരു കോമ്പറ്റീഷനും വെറൈറ്റി ഓഫ് സ്കീമുകളും ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും ടെക്നോളജി ഫ്രീൻഡ്ലി ആയിട്ടുള്ള
പേയ്മെൻറ്റ് സിസ്റ്റങ്ങളും, അങ്ങനെ ഒരുപാട് രീതിയിൽ നാഷണൽ, ഇൻ്റർനാഷണൽ, പബ്ലിക്, പ്രൈവറ്റ് പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ട് ഇൻഡസ്ട്രി ഗ്രോ ചെയ്തു. ആൻഡ് സ്റ്റിൽ അതിപ്പോഴും നല്ലൊരു രീതിയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഫ്ലറിഷിങ്. അതാണ് ലാസ്റ്റ് ഫേസ്.